മലയാളവും അതേപോലെ തന്നെ മറ്റു അന്യഭാഷാ പ്രേക്ഷകർ എല്ലാവരും ഒരേപോലെ സ്നേഹിക്കുന്ന ഒരു യൂട്യൂബ് ചാനലാണ് KL ബ്രോ ബിജുവിൻ്റേത്. 80 മില്യണോളം സബ്സ്ക്രൈബേഴ്സുള്ള കേരളത്തിലെ ഇത്രയും വലിയൊരു യൂട്യൂബ് ചാനലിനെ പറ്റിയുള്ള വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ ഇടയ്ക്കിടെ ശ്രദ്ധ നേടാറുണ്ട്. ഇവരുടെ കുടുംബത്തിലെ രസകരമായ വീഡിയോകളും രസകരമായ കാഴ്ചകളും എല്ലാം സോഷ്യൽ മീഡിയ വഴി താരങ്ങൾ പങ്കുവയ്ക്കാറുണ്ട്. കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും ഉൾപ്പെടുന്ന ഒരു യൂട്യൂബ് ചാനലിലെ വലിയ രൂപത്തിലുള്ള വിമർശനവും നേരിടാറുണ്ട്. എന്നാൽ ഏറ്റവും അധികം ആരാധകർ കൂടിയുള്ള ഒരു യൂട്യൂബ് ചാനൽ കൂടിയാണ് KL ബ്രോ ബിജുവിൻ്റേത്. അദ്ദേഹത്തിന്റെ യൂട്യൂബ് വീഡിയോകളെല്ലാം തന്നെ നിമിഷ നേരങ്ങൾ കൊണ്ട് ആരാധകർ ഏറ്റെടുക്കാറുമുണ്ട്. അദ്ദേഹം പങ്കുവയ്ക്കുന്ന വീഡിയോകൾക്കെല്ലാം തന്നെ ഒരുപാട് പ്രേക്ഷകർ കമന്റുകളുമായി രംഗത്ത് വരാറുണ്ട്. പ്രേക്ഷകരെ ഒരുപാട് സ്വാധീനിച്ച ഒരു യൂട്യൂബ് ചാനൽ കൂടിയാണ് അദ്ദേഹത്തിൻ്റെത്. ആ ഒരു കുടുംബത്തെ തന്നെ സ്നേഹിക്കുന്നവരാണ് എല്ലാവരും. ഒരാളെ മാത്രമല്ല, ആ കുടുംബത്തിലെ എല്ലാ അംഗങ്ങളെയും സ്വന്തം വീട്ടിലെ അംഗങ്ങളെ പോലെയാണ് കാണുന്നത് എന്ന് പല പ്രേക്ഷകരും അഭിപ്രായപ്പെടാറുണ്ട്. എന്നാൽ സോഷ്യൽ മീഡിയ വഴി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇവർക്കെതിരെ ഒരുപാട് വാർത്തകളാണ് പുറത്തു വരുന്നത്. ഇവരുടെ വീട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങളെല്ലാം സോഷ്യൽ മീഡിയ വഴി പുറത്തു വിടാറുണ്ടോ എന്ന ചോദ്യങ്ങളും ഇതിനോടകം ഉയർന്നു വരുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ബിജുവിന്റെ ഭാര്യ കവിതയുടെ പല്ല് ലേശം പൊന്തി എന്ന് പറഞ്ഞുകൊണ്ടെല്ലാം തന്നെ ആദ്യം ഒരുപാട് കമന്റുകളെല്ലാം വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ പിന്നീട് അത് അവരുടെ സൗന്ദര്യമായി തന്നെ പ്രേക്ഷകർ കാണാൻ തുടങ്ങി. അവരുടെ സൗന്ദര്യം ആ പല്ലിലാണ് എന്നാണ് മിക്ക ആളുകളും കമന്റ് ചെയ്യാറുള്ളത്. എന്നാൽ ഇപ്പോഴിതാ കവിത രംഗത്ത് വന്നിരിക്കുകയാണ്. താൻ അനുഭവിച്ച വേദനകളും താൻ അനുഭവിച്ച പരിഹാസങ്ങളും തൻ്റെ മകൻ അനുഭവിക്കുമോ എന്ന പേടി തൻ്റെ ഉള്ളിൽ എന്നുമുണ്ട് എന്നും അതുകൊണ്ട് തന്നെ അവന് ട്രീറ്റ്മെൻറ്റുമായി മുന്നോട്ട് പോവുകയാണ് എന്നും പറഞ്ഞാണ് കവിത രംഗത്ത് വന്നിരിക്കുന്നത്. കവിതയുടെ വാക്കുകൾ സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരിക്കുകയാണ്. എന്നാൽ ഒരിക്കലും പേടിക്കേണ്ട എന്നും അത് നിങ്ങളുടെ ഭംഗിയാണ് എന്നും കവിതയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു. എനിക്ക് ആദ്യമെല്ലാം തന്നെ എൻ്റെ പല്ലിൻ്റെ കാര്യത്തിൽ വളരെയധികം സങ്കടമുണ്ടായിരുന്നു. എന്നാൽ പിന്നീട് എനിക്കത് ഒരു കുഴപ്പമില്ലാതെ തോന്നി. എന്നാൽ ആദ്യമെല്ലാം തന്നെ ഒരുപാട് പേര് എന്നെ കളിയാക്കുമായിരുന്നു. ഇനി എൻ്റെ മകനെയും അതുപോലെ കളിയാക്കുമോ എന്ന പേടി എൻ്റെ ഉള്ളിൽ എന്നും തന്നെയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കൊച്ചിയിലെ ട്രീറ്റ്മെൻറ്റുമായി മുന്നോട്ട് പോകുന്നത്. മകന് പല്ലിൻ്റെ സർജറിയും കാര്യങ്ങളുമായി തന്നെ മുന്നോട്ട് പോകാനുള്ള തീരുമാനത്തിലാണ് കവിതയും കുടുംബവും. എന്നിരുന്നാലും പ്രേക്ഷകരെല്ലാവരും തന്നെ ആ ഒരു പല്ലിന് ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞും സൗന്ദര്യമാണ് എന്ന് പറഞ്ഞും രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. പ്രേക്ഷകർ അവരെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. നിങ്ങൾക്ക് അവർ ഇഷ്ടമാണെന്ന കാര്യം വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്ത് പറയുക. വാർത്തകളും വിശേഷവും എത്രയും പെട്ടെന്ന് അറിയാൻ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഫ്രണ്ട്സ്.